തരത്തിലുള്ള ഒരു ആഡംബരങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒരു കല്യാണം. എന്തായിരുന്നു അങ്ങനെ ഒരു ഇത് കോവിഡ് ഡിസിഷൻ? കാലമായിരുന്നല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് ആൾക്കാർ കൂടാൻ പാടില്ല എന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആഡംബരം കുറച്ചതെന്നാണോ? അല്ല, അപ്പൊ അത് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. പിന്നെ അപ്പൊ ഇന്നത്തെ അത് കാലത്തായിരുന്നെങ്കിൽ കഴിഞ്ഞിട്ട് വേറെ സമയത്ത് ഇതിന്റെ പാർട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും മകൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. സ്വർണ്ണിടാനോ വലിയ പാർട്ടി നടത്താനോ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. അത് അപ്പാന്നാ വിളിക്കുക തന്നെ. എന്താന്ന് വെച്ചാൽ ചെയ്തോ, കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കുക, കുറച്ച് പാവങ്ങളുടെ കല്യാണം നടത്തി. അപ്പൊ പിന്നെ അങ്ങനെ ഒരു സമൂഹ വിവാഹം നടത്തിയാലോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. കുറെ പേർക്ക് 10 പവൻ വെച്ച് കൊടുത്തിട്ട് ഒരു 101 പേരെ വിളിച്ചിട്ട് ആളുടെ ഒപ്പം എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ ആലോചിച്ചു. പിന്നെ ആ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് അതൊന്നും പറ്റിയില്ല. സാധിച്ചില്ല. ഓക്കെ അങ്ങനെ ഉള്ള ഒരു ഇതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തിലുള്ള കല്യാണങ്ങൾക്ക് പോകുമ്പോഴും എവിടെ പോയാലും എപ്പോഴും ബോച്ചയുടെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇത് തന്നെയാണ്. എന്ത് അപ്പൊ ഈ ഒരു കോസ്റ്റ്യൂമിന് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോ ഇതല്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റിനെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ എത്ര രൂപ വരും ഈ ഒരു കോസ്റ്റ്യൂമിന്? ഈ കോസ്റ്റ്യൂമിന് എനിക്ക് തോന്നുന്നത് എല്ലാം കൂടെ ഒരു 10,000-ന്റെ ചോട വരും. ആണല്ലേ? എല്ലാം കൂടെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് എല്ലാം. അതെ. ഓക്കെ. അപ്പൊ ഇതില്ലേ ഈ സൈഡിൽ ഇവിടെ പ്രിന്റിലുണ്ടല്ലോ, അതാ മറ്റേ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ മാരത്തൺ പോയതിന്റെ അല്ലേ? പക്ഷെ നേരത്തെ വന്നപ്പോഴും ഇത് റണ്ണിന്റെ റെക്കോർഡാണ്. മറ്റേത് വേൾഡ് പീസ് ഗിന്നസ് റെക്കോർഡ്, മറഡോണ കൂടെയുള്ള ഫോട്ടോ. അപ്പൊ ഇത് പണ്ട് നേരത്തെ ഇതേപോലെ വൈറ്റ് മുണ്ടിൽ ഇങ്ങനെ ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലായിരുന്നു. ഇതിപ്പോ ഞങ്ങള് ഇവിടെ ഇപ്പൊ കുറച്ച് ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഗാർമെന്റ് ഫാക്ടറി ഉണ്ട് തിരുപ്പൂര്. അപ്പൊ അവിടെ പല സാധനങ്ങളുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലതും ഫിജി കാർഡിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഇത് കുറെ പേര് ഇത് ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ മുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പിൾസ് ചെയ്യിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിപ്പോ ചെയ്തതാണോ ഈ ഒരു റൈറ്റിംഗോട് കുറച്ചായിട്ടുള്ളൂ ഇപ്പൊ. ഓക്കെ. മറഡോണ കണ്ടോ ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം മുണ്ടിൽ ഇങ്ങനെ ചെയ്തതും ഈ ഒരു ഡിസൈൻ? ഉള്ള സമയത്തില്ല, ആ സമയത്ത് പ്ലെയിനാ. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള കുറെ ഫോട്ടോസും കുറെ കാര്യങ്ങളും ഇതെല്ലാം അന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു യുണീക്ക് ഒരു ഐഡിയ ഞാൻ ചെയ്യുന്നതില് അങ്ങനെ ഒരു അങ്ങനെ എനിക്ക് ഫുൾ ഫ്രീഡം തന്നുണ്ട്. വളരെ ക്ലോസ് ആണ്. അപ്പൊ ഞാൻ പലതും ചെയ്യാറുണ്ട്. പുള്ളിക്ക് അങ്ങനെ അയച്ചു കൊടുക്കും സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ആളിങ്ങനെ സൈനൊക്കെ ഇട്ടിട്ട് അയക്കും. വളരെ നല്ല ക്ലോസ്. കാരണം ഒരുപാട് നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ എല്ലാത്തിലും തന്നെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഓക്കെ. ഇനിയിപ്പം ഈ ഹെഡ് ബാൻഡ് വെച്ചിരിക്കുന്നതിന്റെ ഇതോ ബോച്ചെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ യാചകയാത്ര തുടങ്ങിയപ്പോ ഈ മുടി ഇങ്ങനെ പാറ് ഒരു മുഖത്തേക്കൊക്കെ വരുമല്ലോ, അപ്പൊ ബുദ്ധിമുട്ടാ. അപ്പൊ ഞാന് ഈ ബാൻഡും പിന്നെ ഇവിടെ ഇതും. അതെന്താ അത് ഈ മുടി വെക്കുന്നത് കണ്ടിട്ടില്ലേ? ബിഗ് അല്ല, ഈ എന്താ ഹെയർ ബാൻഡ് ആണോ? ഹെയർ ബാൻഡ്. ഓ, ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെ മുടി ക്ലിപ്പ് മതി. ബിഗ് അല്ലല്ല, ബിഗ് ഒന്നും ഇല്ല, എല്ലാം ഒറിജിനലാണ്. മുടി ഇനിയും വളരണമെങ്കിൽ ഈ ബോച്ച ഹെയർ ഓയിൽ തേച്ചാൽ മതി. പുതിയ സാധനം ഇറങ്ങുന്നുണ്ട്, പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. എയർ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അതെ. പിന്നെ ബോച്ച എനർജി കിട്ടണമെങ്കിൽ ഇത് രണ്ടുമാണ് ഇനിയിപ്പോ പുതിയതായിട്ട് അടുത്ത മാസം ഉണ്ടാവും. ഇപ്പൊ ഈ ബോച്ച ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ടല്ലോ, ബോച്ചെ പാർട്ട്ണർ എന്നുള്ള ബ്രാൻഡില് ഫ്രാഞ്ചൈസി കടകൾ കൊടുക്കുന്നുണ്ട്. ഒരു 9,000 ഫ്രാഞ്ചൈസി എൻക്വയറി വന്നിട്ടുണ്ട്. അത് ഇപ്പൊ 7 എണ്ണം ഞാൻ ഉദ്ഘാടനം ചെയ്തു ബോച്ചെ ടീയുടെ. ഇനി ബാക്കി എല്ലാ ജില്ലയിലും 10 എണ്ണം വെച്ചാണ് ആദ്യം കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ നിറയെ ബോച്ചയെ കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു കുറേ ദിവസം. എന്നാൽ അധികമാർക്കും അറിയാത്ത ബിസിനസ് ലോകത്തെ വമ്പനല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ബോച്ചെ. പ്രത്യേകിച്ചും ഏക മകളാണ് ബോച്ചെ. ഏകമകൾക്ക് അച്ഛനൊരു സൂപ്പർ ഹീറോ തന്നെയാണ്. തന്റെ പ്രണയം ആദ്യമായി അച്ഛനോട് പറഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെ സമ്മതം മൂളിയതും അന്ന ഒരു സമയത്ത് തുറന്നു പറഞ്ഞിരുന്നു. ന്യൂ ജനറേഷൻ വിവാഹം നടത്തി കോടികൾ പൊടിക്കുന്ന ചിലർക്കുള്ള മാതൃക കൂടിയായിരുന്നു സ്വർണ്ണ വ്യാപാരിയായ കോടീശ്വരനായ ബോബി ചെമ്മണൂരിന്റെ മകളുടെ വിവാഹം. ഏറ്റവും സിമ്പിൾ, മാധ്യമ ശ്രദ്ധ ഒന്നും നൽകാതെ നടത്തിയ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ ആ സമയത്ത് വൈറലായി മാറിയിരുന്നു. തീർത്തും ലളിതമായ ചടങ്ങുകളിലൂടെയായിരുന്നു ഏക മകളുടെ വിവാഹം ബോബി ചെമ്മണൂർ നടത്തിയത്. മകളുടെ വിവാഹത്തിലും പതിവ് വേഷവിധാനത്തിൽ തന്നെയാണ് ബോബി എത്തിയത്. നിറഞ്ഞ കയ്യടിയോടെയാണ് തങ്ങളുടെ ബോച്ചയുടെ മകളുടെ വിവാഹ വാർത്തയെ സോഷ്യൽ മീഡിയ സ്വീകരിച്ചത്.
ഒരു തരി പൊന്നില്ലാതെ ചെറിയൊരു നെക്ലസ് മാത്രം അണിഞ്ഞുകൊണ്ടാണ് വിവാഹ ചടങ്ങിൽ അന്ന എത്തിയത്. തന്നോട് ഒരിക്കലും ഒന്നും ആവശ്യപ്പെടാത്ത മകളാണ് അന്നയെന്നാണ് ബോച്ചെ പറഞ്ഞിട്ടുള്ളത്. മാസം 1,00,000 രൂപ മകൾക്ക് കൊടുക്കുന്ന അച്ഛനാണ് താനെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. കുഴപ്പമില്ലാത്ത ചുറ്റുപാടുകൾ ഉണ്ടെന്നാണ് ആസ്തിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ബോച്ചയുടെ മറുപടി. നിനക്ക് വേണമെങ്കിൽ പണിയെടുക്കണമെന്ന് മകളോട് പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ കൂടിയാണ് അദ്ദേഹം. പണിയെടുത്താൽ ജീവിക്കാം, ബിസിനസ് വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാം, അതുമല്ലെങ്കിൽ ചുമ്മാ ഇരിക്കണമെങ്കിൽ അങ്ങനെയും. ഞാൻ നിർബന്ധിക്കില്ല. ഇതുവരെയും എന്നോട് ഒരു സാധനവും മകൾ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വർണം വേണ്ട, കാശ് വേണ്ട, കാർ വേണ്ട, നെക്ലസ് വേണ്ട, അവൾക്കൊന്നും വേണ്ട. ഒന്നും ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. ജീവിക്കാൻ ഒരു മാസം 1,00,000 കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർ ജീവിക്കുന്നു. അതിൽ കൂടുതൽ ഒന്നും ചോദിക്കില്ല. ചോദിച്ചാൽ കൊടുക്കും. പക്ഷെ അവൾക്കൊന്നും വേണ്ട. 10,00,000 രൂപ കൊടുത്തിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കെന്ന് പറയുന്ന ആളല്ല താൻ. പണിയെടുത്ത് ജീവിക്കൂ എന്ന കാഴ്ചപ്പാടാണ് തനിക്കെന്നും ബോച്ചെ പറയുന്നുണ്ട്. 2021 യാക്കര സെന്റ് മേരീസ് ചർച്ചിൽ വെച്ച് ജൂലൈ 12-നായിരുന്നു അന്നയുടെയും സാമിന്റെയും വിവാഹം. വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കോവിഡ് കാലമായതിനാൽ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുകൂടിയാണ് ചടങ്ങുകൾ നടന്നത്. വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത്. രണ്ടുപേർക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നായിരുന്നോ? അപ്പൊ അവിടെ പ്രിവെൻഷൻ ആവാമായിരുന്നു. പക്ഷെ കോണ്ടോ സാധനങ്ങളൊന്നും ആ നേരത്തെ ഉപയോഗിക്കാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ആക്രാന്തം പിടിച്ച പോലെ എന്ന് പറഞ്ഞ പോലെ ഈ പ്രിവെൻഷനൊക്കെ നല്ലതാണ്. പക്ഷെ ആ നേരത്തെ അതൊന്നും നടന്നില്ല. അങ്ങനെ കുട്ടി ഉണ്ടായി. അതാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇത് പറയാം, പക്ഷെ എപ്പോഴും പ്രിവെൻഷൻ ഉണ്ടാവണമെന്നില്ല. നല്ല ആഗ്രഹങ്ങളാണ്. നടക്കില്ല, ചിലപ്പോ നടക്കും. അങ്ങനെയൊക്കെയാണ്. അടുത്തത് സ്പോയിൽഡ് റിലേഷൻഷിപ്സ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് വെച്ചിട്ടല്ല, അങ്ങനെ ആയിട്ടുണ്ട്. പിന്നീട് തോന്നിയാവോ അങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ. മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റാത്തവരില്ലല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ എല്ലാവരും ലിവിങ് ടുഗെദർ ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബോച്ചയ്ക്ക് അങ്ങനെയുള്ള അതിനോടുള്ള ഒരു അഭിപ്രായം എന്തായിരിക്കും? നല്ലതാണ്, വളരെ നല്ലതാണ്. നമ്മുടെ ഈ കല്യാണം സമ്പ്രദായങ്ങളൊക്കെ അതൊക്കെ എന്നെ സംബന്ധിച്ച് അത് ശരിയായൊരു രീതിയായിട്ട് തോന്നുന്നില്ല. പിന്നെ സൊസൈറ്റിയാണ്, മതങ്ങളും കാര്യങ്ങളും അവരവരുടെ കൾച്ചറുണ്ട്, അവരവരുടെ കംഫർട്ട്. സൊസൈറ്റി അവരുടെ ജീവിതത്തിന് തെറ്റൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ അതൊക്കെ മേലെ നമ്മൾ അതൊക്കെ വിട്ടിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരു ലൈസൻസ് കിട്ടിയ പോലെയാണ്. ഇത് നമ്മുടെ ആയി, നമുക്ക് ലൈസൻസായി. അടിമ എന്നർത്ഥമില്ല, എങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ആണും പെണ്ണും സമത്വം എന്നൊക്കെ പറഞ്ഞാലും അക്കാര്യത്തില് ആണുങ്ങളോട് ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് എനിക്കുള്ളത്. പെണ്ണുങ്ങളെ അവരുടെ താഴെ തന്നെയാണ് നിർത്തി. എല്ലാവരും അല്ലെങ്കിലും 99% അതൊക്കെ തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മള് ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടടി എന്ന് പറയും. ഭാര്യ ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാ എന്ന് പറയല് കുറവായിരിക്കും. അങ്ങനെ പറഞ്ഞാലത്തെ അവസ്ഥ സ്നേഹത്തിൽ പറഞ്ഞിട്ട് കൊടുക്കും എന്നും പറയാൻ പറ്റുമോ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഓരോ ഭാഗത്തും അത് ഞാൻ തർക്കിക്കുമ്പോ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് പറയും, അത് ആണിന്റെ താഴെ തന്നെയാണ് പെണ്ണ്, കെടുക്കുമ്പോഴും നീ അടിയിൽ തന്നെയല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ആണിന്റെ താഴെയാണ് പെണ്ണ് എന്നൊക്കെ പറയും നമ്മൾ ജയിക്കാൻ വേണ്ടി. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുമ്പോ ശരിക്കും സമത്വം വേണം. സൃഷ്ടി ഒക്കെ ആണ് പെണ്ണ് ആയി എന്നുള്ളത്. അതുകൊണ്ട് ഇത് വേറൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് ബോച്ചയുടെ അടുത്ത് നമ്മൾ ലിവിങ് ടുഗെദറിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. ലിവിങ് ടുഗെദർ ആവുമ്പോ ലൈസൻസ് ഇല്ല, രണ്ടുപേരും ഈക്വലാ. ആർക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് ആരെ വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം എപ്പോ വേണമെങ്കിലും. അപ്പൊ ഈക്വൽ സ്റ്റാറ്റസ്. മാത്രമല്ല എപ്പോഴും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പുതുമ നഷ്ടപ്പെടില്ല. എന്നും ഹണിമൂണാ. മറ്റേ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കുന്നതും ആ ഒരു ഇതുണ്ടല്ലോ, അതിന് വലിയ ത്രില്ല് അങ്ങനെ കുറഞ്ഞു വരും. ഇതെന്നും ഗേൾഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബോച്ചയുടെ വൈഫ് ഇത് കാണുന്നുണ്ടാവില്ലേ? അപ്പൊ ബോച്ചയുടെ ലൈഫിലും എന്താണല്ലേ?
പക്ഷെ എന്നാലും അവളെ ഗേൾഫ്രണ്ട് ആക്കാറുണ്ട് ആണല്ലേ? ഇടയ്ക്ക്. ഇടയ്ക്ക് മാത്രം. മറ്റേത് എന്നും ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടാ, ലൈസൻസ് ഇല്ലല്ലോ. കട്ട് തിന്നുമ്പോ ഒരു സുഖമുണ്ട്, ഒരു മറവ് ഉണ്ടാവുമ്പോ, അത് എത്രയായാലും അതിന്റെ ഒരു സുഖം വേറെ തന്നെയാ. അപ്പൊ അങ്ങനെ കട്ട് തിന്നിട്ടുണ്ടെന്നാണോ പറയണത്? പിന്നെ എന്താ, ഞാൻ സത്യം പറയുന്ന ആളല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു ആ സുഖം മനസ്സിലായത്. ഓക്കെ. പൊതുവേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്, ഇത്ര ഫ്രീ ആയിട്ട് ആൻസർ ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഒരു വിവാഹിതനാണ്, അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഇപ്പൊ കട്ട് തിന്നു എന്ന് പറയണ്ട് ബോച്ചി. അപ്പൊ അത് ഒരു നല്ല ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാൻ നല്ലത് മാത്രമല്ല, ഞാൻ തെറ്റും ചെയ്യുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്യാറുണ്ട്. ഞാൻ തുറന്ന് എന്റെ ഒരു ക്വാളിറ്റി, തെറ്റ് ചെയ്താൽ ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഞാൻ എല്ലാം തുറന്നു പറയുന്നു, ബാക്കിയുള്ളവരൊക്കെ കാണാൻ പറയത്ത്, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. എല്ലാവരും മനുഷ്യനും ചോരയും നീരൊക്കെ ഉള്ളവരാ, അല്ലെങ്കിൽ മന്ദബുദ്ധി ആയിരിക്കണം. അപ്പോ അതുകൊണ്ട് എല്ലാവരും ഒന്നൊക്കെ തന്നെ, ആഗ്രഹങ്ങളില്ലാത്ത ആരൊക്കെ ഉണ്ട്. ചിലർ ഓപ്പൺ ആണ്, ചിലർ ക്ലോസ്ഡ് ആണ്, ഇത്രയുള്ള വ്യത്യാസമുള്ളൂ. എനിക്ക് പറയാനുള്ള ചങ്കുറ്റുണ്ട്, ധൈര്യമുണ്ട്, ആരും പേടിക്കുന്നില്ല. അതിന് വരും വരായികളൊക്കെ സഹിക്കാനുള്ള ചങ്കുറ്റും ധൈര്യമുണ്ട്. എന്ത് വന്നാലും സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. പൊതുവെ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സഹായം അഭ്യർത്ഥിക്കാനായിട്ട് സഹായം ചോദിച്ചാൽ പോലും ബോച്ചെ പൊതുവെ അങ്ങനെ നോ പറയുന്ന ഒരാളല്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ആണോ? ശരിയാണോ? കഴിയാവുന്നത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാം കൊടുക്കാൻ പറ്റില്ല. ഒരു 7000 ചില്ലാൻ ആപ്ലിക്കേഷൻസ് വന്ന് കിടക്കുന്നുണ്ട്, അപേക്ഷകള്. കണക്കൂട്ടിയപ്പോ 5000 കോടി വേണം, സാധ്യമല്ല. അതില് ഓടിട്ട വീടാണ്, ടെറസാക്കി തരണം, അല്ലെങ്കിൽ എന്താ പറയാ, തമാശക്ക് പറയുകയാണെങ്കിൽ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു കല്യാണം കൂടെ കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതല്ലേ, നമ്മൾ വല്ല ഓപ്പറേഷൻ, മരുന്ന്, ഭക്ഷണം, അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീടുകൾ വെച്ചു കൊടുക്കും, പറ്റാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബിസിനസിന്റെ ഇപ്പൊ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂട്ടിയിട്ടുണ്ട്. ഈ ബോച്ചേറ്റിയുടെ ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ട് കുറേശ്ശെ കാര്യങ്ങൾ ഇപ്പൊ ഡെയിലി ചെയ്യുന്നുണ്ട് കുറെ.